നോർമലായിട്ട് നമുക്കറിയാം സർവേ ഒക്കെ ചെയ്യുമ്പോൾ ചിലത് നമ്മൾ കംപ്ലീറ്റ് ആയാൽ പോലും നമുക്ക് ചിലപ്പം ആ ക്യാഷ് ക്രെഡിറ്റ് ആകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഏത് സർവേ പ്രൊവൈഡർ ആണോ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് CPS സർവേ ആയിരുന്നു. ഞാൻ ഏകദേശം 20 മിനിറ്റിനടുത്തുള്ള ഒരു സർവേ ചെയ്ത് കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെനിക്ക് മെസ്സേജ് അയച്ച്, അതായത് നമുക്ക് സർവേ കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഓരോ സർവേ വരാൻ നേരത്തും അതിന് ടാർഗറ്റ് ഓഡിയൻസ് കാണും. ഇത്ര പേരുടെ റിസൾട്ട് ആയിരിക്കും അവർക്ക് വേണ്ടത്. ചിലപ്പം ആ റിസൾട്ട് നമ്മൾ സർവേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയി കാണും. അതാണ് നമ്മൾ സർവേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ക്രെഡിറ്റ് ആകാത്തത്. അത് ശ്രദ്ധിക്കുക. പിന്നെ അവർ പറയുന്നുണ്ട് സർവേ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഫില്ലാകുന്നതാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ, കുറച്ച് മിനിറ്റ്സ് കൊണ്ട് തന്നെ സർവേ ഫില്ലാകുന്നതാണ്. കാരണം അത്രമാത്രം ആൾക്കാർ സർവേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 3 സർവേ ഞാൻ CPS സെർച്ച് പാസ്സാകുന്ന അടുത്ത 3 സർവേക്ക് എനിക്ക് 20% ബോണസ് അവർ തരുന്നുണ്ട്. ഓരോ സർവേക്ക് 20% ബോണസ് തരും. അപ്പോൾ നിങ്ങൾ ഏത് സർവേ ആണോ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആകാത്തത്, അതായത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആകാത്ത ഏത് സർവേ ആണോ ആ സർവേ പ്രൊവൈഡേഴ്സ് നിങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ അവർ കോമ്പൻസേഷനായിട്ട് കുറച്ച് ക്യാഷ് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ, അതായത് നിങ്ങൾ നെക്സ്റ്റ് സർവേ ചെയ്യുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. അവർ പറയുന്നുണ്ട് നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം സർവേ വന്ന് പെട്ടെന്ന് തന്നെ ഫില്ലാകും. നമ്മൾ പെട്ടെന്ന് മാക്സിമം തന്നെ സർവേ വരുമ്പോൾ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ലേറ്റ് ആകും തോറും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ടാർഗറ്റ് ഓഡിയൻസ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല.